ഇത്രയും പറഞ്ഞത് ഖുർആനും സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഉദ്ദേശത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഉദ്ദേശത്തിൽ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ ഇത് തിരിച്ചറിയാൻ കഴിയും? പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യമാണത്. എല്ലാവരും പറയുന്നു ഖുർആനും സുന്നത്തും അവരുടെ വക്കലാണ്. എല്ലാവരും പറയുന്നു ഞങ്ങളാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ. എങ്ങനെയാണ് യഥാർത്ഥ വിശദീകരണം മനസ്സിലാക്കാൻ കഴിയുക? എങ്ങനെയാണ് സത്യം കണ്ടെത്താൻ കഴിയുക? എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ ശരിയായ മാർഗം എന്താണ് എന്ന് ഉറപ്പോടുകൂടി തിരിച്ചറിയാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുള്ള വഴി എളുപ്പമാക്കിയിട്ടുണ്ട്. പ്രയാസമുള്ളതല്ല, ബുദ്ധിമുട്ടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാഇ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്ന ഈ വഴി പ്രകാശപൂരിതമായ വഴിയാണ്. ലൈലുഹാ കനഹാരിഹാ, അതിലെ രാത്രികൾ പോലും പകലുകൾ പോലെ വെളിച്ചമുള്ളതാണ്. രാത്രി പോലും പകൽ പോലെ വെളിച്ചമുണ്ട് എങ്കിൽ അതിൻ്റെ പകലത്തെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ട് സഹോദര, സത്യം മനസ്സിലാക്കുന്നതിൽ നിനക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ തിരിച്ചറിയുക, സത്യത്തിൻ്റെ വെളിച്ചം കുറഞ്ഞതുകൊണ്ടല്ല, നിന്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നീ കണ്ണു തുറന്നു നോക്കാത്തത് കൊണ്ടാണ്. രണ്ടാലൊരു കാരണം. ഒന്നല്ലെങ്കിൽ നീ നിന്റെ കണ്ണിൻ്റെ കാഴ്ച കുറച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നീ കണ്ണ് ഇങ്ങനെ താഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ സൂര്യനെ കാണോ? ഇല്ല. അതല്ലെങ്കിൽ നിന്റെ കണ്ണിന് കാഴ്ചയില്ല. കണ്ണടച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വന്ന വ്യക്തമായ തെളിവുകൾ അവൻ നോക്കാതിരിക്കുക, അവൻ തനിക്ക് തോന്നിയ പോലെ ജീവിക്കുക. കണ്ണിന്റെ കാഴ്ച കുറയുക എന്ന് പറഞ്ഞാൽ തിന്മകൾ കൊണ്ട്, ഹറാമുകൾ കൊണ്ട് നീ നിന്റെ ഹൃദയത്തിന് നന്മകളെ കാണാനുള്ള, തിരിച്ചറിയാനുള്ള ശേഷിയില്ലാതെയാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അനേകം ഹദീസുകളിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ, പാപമോചനം തേടിയാൽ ആ ഹൃദയം വൃത്തിയാക്കപ്പെടും, അത് ശുദ്ധീകരിക്കപ്പെടും. എന്നാൽ ഓരോ തിന്മകൾ ചെയ്യുമ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യാതെ തിന്മകൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ ഹൃദയം അത് കറുത്ത പുള്ളികൾ കൊണ്ട് നിറയും. പിന്നീട് അവന് നന്മ നന്മയായി മനസ്സിലാവുകയില്ല, തിന്മ തിന്മയായി കാണാൻ കഴിയുകയില്ല. അല്ലെ, നമ്മൾ ചിലർ നന്മയാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം വേറെ ചില ആളുകൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവില്ല. അവരുടെ ഹൃദയം മൂടി വച്ചിരിക്കുകയാണ് തിന്മകൾ കൊണ്ട്, ഹറാമുകൾ കൊണ്ട്, ഇഖ്ലാസ് ഇല്ലായ്മ കൊണ്ട്, ശിർക്ക് കൊണ്ട്. അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. തിന്മകൾ, ഹറാമുകൾ ഹൃദയത്തിന് മറയിടുന്നതാണ്. അപ്പോൾ ഖുർആനും സുന്നത്തും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള വഴി എളുപ്പമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വഴി എളുപ്പത്തിൽ പറഞ്ഞു തന്നു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. വസ്സാബിഖൂനൽ അവ്വലൂൻ, ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസാർ, അവരാരൊക്കെയാണ്? മുഹാജിറുകളും അൻസാറുകളുമാണ്. എന്താണ് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത്? റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ലഭിച്ച ഈ തൃപ്തി നിനക്ക് ലഭിക്കണമോ? അല്ലാഹു നിന്നെ തൃപ്തിപ്പെടണമോ? എന്ത് ചെയ്യണം? വല്ലദീന തബഊഹും ബിഇഹ്സാൻ, സഹാബികളെ നീ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയാൽ മതി. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, സഹാബികളെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയവരെ കുറിച്ച് അല്ലാഹു പറയുന്നു റളിയല്ലാഹു അൻഹും വറദു അൻ, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ അവർ. അപ്പോൾ ഖുർആൻ സുന്നത്ത് ഇതിന്റെ ശരിയായ ഉദ്ദേശം നിനക്ക് മനസ്സിലാകണമോ? സഹാബികളിലേക്ക് നോക്കിയാൽ മതി. എളുപ്പമുള്ള, ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യുശാഖിഖ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. വമൻ യുശാഖിഖ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരായാൽ, അവിടുന്ന് പറയുന്നത് സത്യമാണ്, സന്മാർഗമാണ് എന്ന് മനസ്സിലായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും എതിരായാൽ, ഒന്നാമത്തെ കാര്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാവും. രണ്ടാമത്തെ കാര്യം അല്ലാഹു പറഞ്ഞു വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം അവൻ പിൻപറ്റിയാൽ. ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മുഅ്മിനീങ്ങൾ ആരാണ്? സ്വഹാബികളാണ്. അല്ലാഹു പറയാൻ, ഇതാ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളായി ജീവിക്കുന്ന ഈ ആളുകൾ അവരുടേതല്ലാത്ത മാർഗം ഒരാൾ പിൻപറ്റിയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞെടുത്തേക്ക് നാം അവനെ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ, നാം അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അത് എത്ര മോശം സങ്കേതമാണ്. സൂറത്തുൽ ബഖറ നിങ്ങൾ നോക്കൂ. സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ 3 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഒന്നാമത്തെ വിഭാഗം മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങളാണ്. രണ്ടാമത്തെ വിഭാഗം കുഫാറുകളാണ്. മൂന്നാമത്തെ വിഭാഗം മുനാഫിഖുകളാണ്. മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. الله سبحانه وتعالى പറയാൻ وإذا قيل لهم മുനാഫിഖുകൾ കപട വിശ്വാസികൾ അവരോട് പറയപ്പെട്ടാൽ ആമിനു കമാ ആമനൻ നാസ് ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഇമാം അത്തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, ഇവിടെ ജനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഹാബിമാരാണ് എന്നത് ഇജ്മാ ഉള്ള കാര്യമാണ് മുഫസ്സിറുകൾക്കിടയിൽ. ഇവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞത് ജനങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾ ആരാണ്? സഹാബിമാരാണ് എന്നത് മുഫസ്സിരീങ്ങൾക്കിടയിൽ, ഖുർആൻ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അപ്പൊ സഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് മുനാഫിഖുകളോട് പറഞ്ഞാൽ അവർ പറയും അനുഅ്മിനു കമാ ആമന സുഫഹാ, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ഈ വിഡ്ഢികൾ, വിവരമില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, അവർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കാനോ? അള്ളാഹു പറയുന്നു അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ അറിയുക അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ വിഡ്ഢികളായിട്ടുള്ളവർ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിൽ വിശ്വസിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കേണ്ടത് സഹാബികൾ വിശ്വസിച്ചതുപോലെയാണ്. അവർ അത് പ്രാവർത്തികമാക്കിയത് എങ്ങനെ? അങ്ങനെ പ്രാവർത്തികമാക്കണം. നമുക്ക് തോന്നിയതുപോലെയല്ല, എനിക്ക് തോന്നിയതുപോലെ ഞാൻ വ്യാഖ്യാനിക്കുക, നിങ്ങൾ ഓരോരുത്തർക്കും തോന്നിയതുപോലെ നിങ്ങൾ വ്യാഖ്യാനിക്കുക, ഇങ്ങനെയല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ പൊതുവെ ലോക മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ബാധിച്ച ഫിത്നകളിൽ ഒന്നായിരുന്നു തീവ്രവാദ സംഘടനയായ ISIS എന്ന് പറയുന്ന വിഭാഗം. ആ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന അവരുടെ ആളുകൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞ പ്രധാന മുദ്രാവാക്യം ഇതാണ്: നിങ്ങൾ ഖുർആൻ എടുക്കുക, ജിഹാദിന്റെ ആയത്തുകൾ വായിക്കുക, നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. എന്തെങ്കിലും പറയാൻ കാരണം അവനറിയാം ഖുർആൻ എടുത്തു വെച്ച് അത് സ്വഹാബികൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കുക എന്ന നിയമമില്ലാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് വായിച്ചാൽ ആളുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കഴിയും. ഖുർആനിൽ നിന്ന് ജനങ്ങൾ തെറ്റിപ്പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ നിയന്ത്രണം ഈ പറഞ്ഞ കാര്യമാണ്. സഹാബികൾ അവരെങ്ങനെ ഖുർആൻ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം.